and welcome back to my channel. My name is Pranavya and I'm a final prof BAMS student. Today in this video, I'm going to discuss you about is BAMS a good career option after NEET? So, നമ്മൾ ബി എം എസിൽ അഡ്മിഷൻ എടുക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്പാർട്ട് ഫ്രം MBBS ആൻഡ് BDS എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം തന്നെയാണ് BAMS ഒരു ഗുഡ് കരിയർ ഓപ്ഷൻ ആണോ. അപ്പോൾ ഇന്ന് BAMSനെ കുറിച്ച് കുറച്ച് ഡൗട്ടുകളാണ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡൗട്ട് നമ്പർ 1 എന്ന് പറയുന്നത് മീഡിയം ഓഫ് BAMS കരിക്കുലം. ഓക്കെ, കുറേ പേര് ചോദിക്കാം, അതായത് ഇന്ത്യ ഒട്ടാകെ BAMS കോളേജുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീഡിയം സംസ്കൃതം ഒഴിച്ചു നിർത്തിയാൽ ഇതിൻ്റെ മീഡിയം എവിടെയായിരിക്കും, മീഡിയം ഏതായിരിക്കും, അതായത് ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ? ഇതാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം. അതായത് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണ്. സൗത്ത് ഇന്ത്യൻ വരുമ്പോഴത്തേക്കും കേരള, തമിഴ്നാട്, കർണാടക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ടറിൽ നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, അപ്പാർട്ട് ഫ്രം സംസ്കൃത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് പിന്നെ നമ്മുടെ മദർ ടങ്ങിനനുസരിച്ച് അത് നമുക്ക് ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തും തരുന്നുണ്ട്. നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിൽ പഠിക്കുന്നു. ഇനി അത് എന്നാൽ മാത്രമേ നമ്മൾ എത്ര ഇംഗ്ലീഷിൽ പഠിച്ചാലും അതിൻ്റെ കറക്റ്റ് മീനിങ് അറിയണമെങ്കിൽ നമ്മുടെ മദർ ടങ്ങിൽ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ പള്ളിയിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ലാംഗ്വേജിലല്ലല്ലോ, നമ്മൾ നമ്മുടെ മദർ ടങ്ങിൽ തന്നെയല്ലേ സംസാരിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൂ. അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴിലായിരിക്കും, കർണാടകയിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ പക്ഷേ നോർത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ UP, അതുപോലെ ഡൽഹി, അവിടെയൊക്കെ ആണെങ്കിൽ അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് ഹിന്ദി ഓർ ഇംഗ്ലീഷ്. അപ്പോൾ പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ടും പിന്നെ കുറേ പേർക്ക് ഈ ഹോം സിക്നെസ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും നമ്മുടെ പാരൻസ് ചിലപ്പോൾ നോർത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സമ്മതിക്കണമെന്നില്ല. പക്ഷേ നോർത്തിലേക്ക് അഡ്മിഷൻ എടുക്കാം, അതിലൊരു പ്രശ്നമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം, കുറേ ആൾക്കാരെ പരിചയപ്പെടണം, പുതിയ ലാംഗ്വേജ് പഠിക്കണം, അങ്ങനെയൊക്കെയാണ് എന്ന ആഗ്രഹമുള്ളവർക്ക് നോർത്തിലേക്ക് പോവാം. അതിന് ആയുഷിൻ്റെ കൗൺസിലിംഗ് വഴി പോകാം. അല്ലെങ്കിൽ നമുക്ക് കീം വഴി തന്നെ ആയിരിക്കും നമ്മുടെ കേരളത്തിലുള്ള അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നത്. ഇത് ഒന്നാമത്തെ ഡൗട്ടാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് ഏത് തന്നെയാണെങ്കിലും ലേണിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. So that is the main doubt. Medium of BAMS is English and Hindi, depending upon the north and south zones. Second doubt is Sanskrit compulsory? യെസ്, നമ്മുടെ മീഡിയത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആയുർവേദം എന്ന് പറയുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പം അതും നമ്മുടെ പ്രാചീന ലിപികളിൽ ഒന്നായിട്ടുള്ള സംസ്കൃതത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സംസ്കൃതം പഠിക്കുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. കാരണം ഏതൊരു മോഡേൺ സബ്ജക്റ്റിനെ കുറിച്ചും അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത്രയും കൃത്യമായിട്ട് അവരത് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയൊരു മഹത്വം തന്നെ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ സംസ്കൃതം പഠിക്കുമ്പോഴത്തേക്കും സിമ്പിളാണ്. ബാക്കി സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സംസ്കൃതം വളരെ സിമ്പിളാണ്. അതായത് 50% ഗ്രാമറും 50% ലിറ്ററേച്ചറുമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ 50% ഗ്രാമറിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ നമ്മൾ അക്ഷരമാലകൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അതിനകത്ത് നിന്ന് പിന്നെ മഹേശ്വരാണി, സൂത്രാണി, അങ്ങനെ തുടങ്ങി സംഖ്യ, സന്ധി, സമാസം, ശബ്ദം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ലിറ്ററേച്ചറിൻ്റെ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഓരോ വാക്കുകളുടെ നിരുക്തിയൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വാദം, പിത്തം, കഫം, തത്ര വാഗതി ഗന്ധന്നയോഹോ വായു, സ്ലിഷ്, ആലിങ്ങനെ, അത് കഫത്തിൻ്റെ ഒറിജിനാണ്. അതുപോലെ തന്നെ തബ് സന്താബെ, തബ് ഹദാഹെ, തബ് ഐശ്വര്യ, അത് പിത്തം, അങ്ങനെയൊക്കെ ഓരോന്നിൻ്റെയും നിരുക്തിയൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ പഞ്ചതന്ത്രം കഥകളുണ്ട്, അതായത് കുറേ 5 കഥകളെക്കുറിച്ച് വലിയ അതാണ്. അത് നന്നായിട്ട് പഠിക്കാൻ പറ്റും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ്. പിന്നെ അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ്, ഈ കഥ തന്നിട്ട് അതിൻ്റെ സാരാംശം എഴുതുകയെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ സംസ്കൃതത്തിൻ്റെ, അതായത് ഫസ്റ്റ് പ്രൊഫിലെ സിലബസും സിമ്പിളാണ്, പഠിച്ചെടുക്കാനും എളുപ്പമാണ്. നിങ്ങൾ സംസ്കൃത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇനി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിലും വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് പോട്ടെ, കൂടിപ്പോയ 1 മന്ത്, അതിനുള്ളിൽ നിങ്ങൾ പ്രോ ആവും. ഓക്കെ, അടുത്തത് തേർഡ് ഡൗട്ട് എന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള ഒരു
പ്രശ്നമാണ്. നമുക്ക് അതായത് MBBS പഠിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അത്രയും റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി. അതായത് റെപ്യൂട്ടേഷൻ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കോവിഡ് വന്ന സമയത്താണെങ്കിലും ആയുർവേദത്തിലെ ഒരുപാട് മെഡിസിൻസ് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതായത് ജസ്റ്റ് UG മാത്രം കൊണ്ട് കഴിഞ്ഞിട്ട് PGക്ക് ഒന്നും പോവാതെ ഹോസ്പിറ്റലിൽ റൺ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൽ വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. സോ നമ്മളത് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. പിന്നെ പല പല മാർഗങ്ങളുണ്ട്. നമുക്ക് സ്കോപ്പ് ആണെങ്കിലും ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു റെപ്യൂട്ടേഷൻ വേണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തന്നെ തിരിഞ്ഞിറങ്ങിയാലേ പറ്റുള്ളൂ. അപ്പോൾ റെപ്യൂട്ടേഷൻസ് ഉണ്ട്, ഇല്ലാതൊന്നുമല്ല, ഉണ്ട്. ഇറ്റ്സ് വെരി 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 അമേസിങ് ആണ്. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഫോർത്ത് ഡൗട്ട്, സ്കോപ്പ് ആഫ്റ്റർ BAMS. ആക്ച്വലി സ്കോപ്പ് ആഫ്റ്റർ BAMSനെ കുറിച്ച് ഞാനൊരു പ്രത്യേകം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പക്ഷെ എന്നാലും പറയാമെന്ന് വെച്ചാൽ UG കഴിഞ്ഞിട്ട് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ PG എൻട്രൻസ് എഴുതാം. അതിൽ തന്നെ ഒരു 14 to 18 സബ്ജക്ട്സുകൾ PG സബ്ജക്റ്റായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് PG ചെയ്യാം. അത് ഡിപ്പെൻഡിങ് എൻട്രൻസിൻ്റെ സ്കോറൊക്കെ അനുസരിച്ചായിരിക്കും ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുന്നതൊക്കെ. പിന്നെ അങ്ങനെ ചെയ്യാം. പക്ഷേ പിന്നെ റിസർച്ച് ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ PG കഴിഞ്ഞാൽ നമുക്ക് ടീച്ചർ ആവാൻ പറ്റും. അതുപോലെ സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രത്യേകം ഡിസീസിലോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഫാർമസി സ്റ്റാർട്ട് ചെയ്യാം. മെഡിസിൻസ് ഒക്കെ അവർ ഓൺ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടാക്കി പുതിയ അല്ലെങ്കിൽ ആയുർവേദം തന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ ഓൺലൈൻ ട്യൂഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ടാണ് പോകുന്നത്. സോ സ്കോപ്പ് ഒരുപാടുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഡൗട്ടാണ്. സോ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BAMS ഇസ് എ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ആഫ്റ്റർ നീറ്റ്. അപ്പോൾ ഇപ്പോൾ നീറ്റ് 2025 ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഇനിയിപ്പോൾ റിഗ്രറ്റ് ചെയ്താലും അതും മറികടന്ന് വരാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്കുണ്ട്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. And that's it. See you all next time. Bye bye.